ഉപയോഗത്തിലുള്ള കെട്ടിടമല്ല തകർന്നു വീണത് എന്ന് മന്ത്രി വീണ ജോർജും വി.എൻ. വാസവനും പ്രതികരിച്ചു. കെട്ടിടത്തിനേറെ കാലപ്പഴക്കമുണ്ട്. 3 നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. സർജറി ഓർത്തോപീഡിക്സിന്റെ സർജറി വിഭാഗമാണ് കെട്ടിടത്തിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നത്. അഗ്നിരക്ഷാസേനയും പോലീസും പരിശോധന തുടരുന്നു. ഉപകരണങ്ങളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയത് ഉൾപ്പെടെ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ തള്ളാതെ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ കാലതാമസം ഒഴിവാക്കണം, പർച്ചേസ് നടപടികൾ ലളിതമാക്കണമെന്നും റിപ്പോർട്ടിൽ. തുറന്നു പറച്ചിൽ കൊണ്ട് ഗുണമുണ്ടായതായി ഡോക്ടർ ഹാരിസ്. തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അതല്ലാതെ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല. സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും കുറ്റം പറഞ്ഞിട്ടില്ല എന്നും ബ്യൂറോക്രസിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് എന്നും ഡോക്ടർ ഹാരിസ്. എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും തയ്യാറെന്നും ഡോക്ടർ. രജിസ്ട്രാർ അനിൽകുമാർ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും SFI പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. ഭരണഘടനയുടെ പകർപ്പ് രജിസ്ട്രാർക്ക് നൽകി. രജിസ്ട്രാർ ഓഫീസിൽ കയറിയില്ല. സസ്പെൻഷൻ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വൈസ് ചാൻസലർക്ക് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകും. വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ രജിസ്ട്രാർ. നിയമോപദേശം തേടിയ ശേഷം കോടതിയിൽ പോകുന്നത് സർക്കാരുമായി പരിഗണിക്കും. ചാൻസലറുടെ ഉത്തരവ് മറികടന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തുന്ന രജിസ്ട്രാർക്ക് ഇടത് സംഘടനകൾ സ്വീകരണം ഒരുക്കുന്നുണ്ട്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് രാജ്ഭവന് സുരക്ഷ വർദ്ധിപ്പിച്ചു. രാജ്ഭവനിലേക്കുള്ള ഡിവൈഎഫ്ഐ മാർച്ചിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി ഗവർണർ. ബാരിക്കേഡ് ചാടിക്കടന്ന് പ്രധാന ഗേറ്റ് വരെ എത്തിയത് സുരക്ഷാ വീഴ്ചയാണ്. DGPയെ രാജ്ഭവൻ അതൃപ്തി അറിയിച്ചു. ഗവർണർക്കെതിരെ CPIM. ഗവർണർ ഭരണഘടനാ ലംഘനം നടത്തുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വ്യക്തിപരമായും രാഷ്ട്രീയപരമായും വിശ്വാസ പ്രമാണങ്ങൾ രാജ്ഭവനിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. കാവിസാരി അണിഞ്ഞ സ്ത്രീരൂപത്തെ ഭാരതമാതാവിന്റെ പ്രതീകമായി കാണാൻ കഴിയില്ല എന്നും തെറ്റായ ഭൂപടമാണ് സ്ത്രീരൂപത്തിന് ഒപ്പം വെച്ചിരിക്കുന്നത് എന്നും ദേശാഭിമാനിയിൽ ലേഖനം. കേരള സർവകലാശാല രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി സർവകലാശാല ചട്ടങ്ങൾ പാലിക്കാതെയെന്ന് മന്ത്രി V. ശിവൻകുട്ടി. സിൻഡിക്കേറ്റിനെ പരിഗണിക്കാതെയാണ് വൈസ് ചാൻസലറുടെ നടപടി. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ VC പെരുമാറുന്നു. കേരളത്തിൽ ഇത് അനുവദിച്ചു നൽകില്ല എന്നും മന്ത്രി.